ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളും കൂടെ ഒക്കെ ചേർന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സാണ്. അടിപൊളി ഞാൻ പറയുന്നുള്ളൂ അല്ലേ, എന്നാന്ന് വെച്ചാൽ പറയുന്നില്ല, ഇപ്പോൾ പറയാം. നല്ല അടിപൊളി ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തൊക്കെ വരുന്ന കറുത്ത പാടുകളില്ലേ, എനിക്ക് മുഖക്കുരു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ വരാറുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ഇവിടെ നല്ലൊരു കറുത്ത പാടുണ്ടായിരുന്നു. അത് മോക്കുരു വന്നതിൻ്റെ ആയിരുന്നു. അപ്പം മോക്കുരു വരുന്നതിൻ്റെ കറുത്ത പാടും പിന്നെ അങ്ങനെ അല്ലാതെയും ചിലർക്ക് വരാറുണ്ട്. കണ്ണിൻ്റെ ഇവിടെ കറുത്ത പാട്, പിന്നെ ഇവിടെ രണ്ടിടത്തും ഇങ്ങനെ കറുത്തപ്പാട് വരുന്നത്. ചിലർക്ക് മൂക്കിൻ്റെ ഇവിടെ കറുത്തപ്പാട് വരാറുണ്ട്. ചിലർക്ക് താടിയുടെ ഇവിടെ ഇങ്ങനെ കറുത്തിരിക്കാറുണ്ട്. പിന്നെ ഈ സൈഡ് കറുത്തിരിക്കുന്നത് അത് പിന്നെ ചിലർക്ക് ഡൈ ചെയ്യുന്നതിൻ്റെ വരാറുണ്ട് കേട്ടോ. അത് പോകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അല്ലാതൊക്കെ നമുക്ക് വരുന്ന മുഖത്ത് വരുന്ന കൂടുതലും വെയിലൊക്കെ കൊണ്ടിട്ടാണ് നമുക്ക് അങ്ങനത്തെ കറുത്ത പാടുകളൊക്കെ നമ്മുടെ മുഖത്ത് കൂടുതലും വരുന്നത്. നമ്മൾ ആ സ്കിന്നൊക്കെ ശ്രദ്ധിക്കാതൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ വരുന്നവർക്ക് വേണ്ടിയുള്ള അടിപൊളി ഒരു ടിപ്സാണ് ഇന്നത്തെ വീഡിയോ പറഞ്ഞേക്കുന്നത്. നിസ്സാരമായിട്ടുള്ളതാണ്, വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ടുള്ള ഒരു ടിപ്സാണ്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഒരു ഉരുളൻകിഴങ്ങ് എടുക്കുക, അത് നല്ലപോലെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. വെള്ളം ചേർക്കേണ്ട കേട്ടോ, വെള്ളം ചേർക്കാതെ ഈ ഉരുളൻകിഴങ്ങിന് തന്നെ നല്ല വെള്ളമുണ്ട്, അത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം അതൊരു അരിപ്പയിലോട്ട് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം അത് ഒന്ന് ഊറി വരിക എന്നൊക്കെ പറയും. മട്ടടിയാൻ വേണ്ടി വെക്കുക. ഞങ്ങൾക്ക് ഇങ്ങോട്ട് മട്ടടിയുക എന്ന് പറയും. അതിൻ്റെ വെള്ളം മേളിലും അതിൻ്റെ അടിയിൽ ആ മട്ടും കൂടി ഇങ്ങനെ വരാനായിട്ട് മട്ടടിയാനായിട്ട് വെക്കുക. വെച്ചതിന് ശേഷം ആ മട്ടടിഞ്ഞതിന് ശേഷം ആ വെള്ളം കുറച്ച് ഊറ്റിക്കളയല്ല, ഒരു ഗ്ലാസ്സിലേക്ക് നിങ്ങൾ ആ വെള്ളം ഒഴിച്ചു വെക്കുക. ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചു വെക്കുക. ഒഴിച്ചു വെച്ചതിന് ശേഷം നിങ്ങൾ അതിൻ്റെ അടിയിലുള്ള ആ ഒരു വെള്ള കളറിലിരിക്കുക ഉരുളൻകിഴങ്ങിൻ്റെ ആ പൊടിയെല്ലാം കൂടെ അടിയിലോട്ട് അടിഞ്ഞിരിക്കുന്നത് അതൊരു ശകലം എടുക്കുക. ശകലം എടുത്ത് വെച്ച് ഈ വെള്ളമില്ലേ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ വെള്ളം കൂടി ഒരു ശകലം ചേർത്ത്, ഒത്തിരി ചേർക്കൽ, വെള്ളം ഒരു കൂടി ശകലം ചേർത്ത് ചെറുതായിട്ടൊന്ന് കുഴയ്ക്കുക. കുഴച്ചതിന് ശേഷം അതിലേക്ക് ബ്രൂവിൻ്റെ പൊടിയാണ് ഏറ്റവും നല്ല. കാപ്പിപ്പൊടി എന്നാണ് പറയുന്നത്, പക്ഷേ ബ്രൂവിൻ്റെ പൊടിയാണ് ഞാൻ നോക്കിയിട്ട് ഇച്ചിരിയോടെ നല്ലതായിട്ട് തോന്നുന്നത് കേട്ടോ. സാധാ കാപ്പിപ്പൊടി ആകുമ്പോഴത്തേക്ക് ഒരു തരിതരിപ്പും ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ബ്രൂവിൻ്റെ പൊടിയാണെങ്കിൽ ഒട്ടും തരിതരിപ്പില്ല, നല്ലപോലെ നമുക്ക് ചാല് ചേർത്ത് മുഖത്ത് തേക്കാൻ പറ്റും. അപ്പോൾ ബ്രൂവിൻ്റെ പൊടി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ 1 രൂപയ്ക്ക് വരെ പാക്കറ്റ് കിട്ടാറുണ്ട് കേട്ടോ. 1 രൂപ 2 രൂപയ്ക്കൊക്കെ പാക്കറ്റ് കിട്ടാറുണ്ട്. നമ്മുടെ മുഖത്തൊരു ശകലം ഇടാനിട്ടല്ലേ, അത് ആ ഒരു പാക്കറ്റ് മുഴുവനും നമുക്ക് വേണ്ടി വരത്തില്ല. അപ്പോൾ അതുപോലെ ഒരു ചെറിയൊരു പാക്കറ്റ് മേടിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് എവിടെ പാടുള്ളിടത്ത് മുഖത്ത് ഫുള്ളിട്ടാലും കുഴപ്പമില്ല, പാടുള്ളിടത്ത് മാത്രം തേച്ചാൽ മതി. ഈ പാടുള്ളിടത്ത് മാത്രം തേക്കുക. ഒരു 15 മിനിറ്റോളം മുഖത്ത് അത് വെച്ചതിന് ശേഷം നിങ്ങളത് വാഷ് ചെയ്ത് നോർമൽ വാട്ടർ മതി കേട്ടോ, അല്ലാതെ പച്ചവെള്ളത്തിൽ തന്നെ കഴിയാൽ മതി. അല്ലാതെ ചൂടുവെള്ളം അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. സാധാരണ നമ്മുടെ കിണറ്റിൽ നിന്ന് കോരുന്ന പൈപ്പിൽ നിന്ന് എടുക്കുന്ന സാധാ വെള്ളം മതി. ആ വെള്ളത്തിൽ മുഖം കഴുകുക. അങ്ങനെ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് നല്ല മാറ്റം വരും. പിന്നെ ദിവസവും നിങ്ങൾ ചെയ്യണമെന്നില്ല, ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ചെയ്താൽ മതി, നല്ല മാറ്റം കിട്ടും കേട്ടോ. പിന്നെ ഒരുപാടിട്ട് നിങ്ങളിങ്ങനെ സ്ക്രബ് ചെയ്യേണ്ട, അതൊന്ന് പുരട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. കാര്യം ഒത്തിരി ഇട്ടൊക്കെ ഉരച്ച് സ്കിന്നൊന്നും ഇതാക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത്, കറുപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒരുപാടിട്ടങ്ങ് ഉരയ്ക്കരുത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് സ്കിന്നിന് അത് പ്രശ്നമാകും. നിങ്ങൾ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് പുരട്ടിയതിന് ശേഷം. എന്നിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയുക. പിന്നെ നിങ്ങളുടെ കഴുത്തിലൊക്കെ ആണെങ്കിൽ കറുപ്പ് പാടുള്ളതെങ്കിൽ ഇതൊരു 20 മിനിറ്റ് നേരം ഇതൊന്ന് പുരട്ടിയതിന് ശേഷം അത് പുരട്ടുമ്പം തന്നെ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ വാഷ് ചെയ്യുമ്പോഴും ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യുക. അങ്ങനെ ചെയ്തതിന് ശേഷം കഴുത്തിലാണെങ്കിൽ ഒരു 20 മിനിറ്റ് നിങ്ങൾ വെക്കുക. മുഖത്താണെങ്കിൽ 15 മിനിറ്റ് മതി. ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി, നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. എൻ്റെ മുഖത്ത് ഇവിടെ ഒരു കറുത്ത പാടുന്നത് ഞാൻ പറഞ്ഞില്ലേ, എന്നതോ ഒരു പായ്ക്ക് ഇട്ട സമയത്തായിരുന്നു കേട്ടോ. എനിക്കൊന്ന് ചെമ്പരത്തിപ്പൂവിൻ്റെ ആണെന്ന് തോന്നും. അങ്ങനെ എന്നത്തിൻ്റെ ഒരു പായ്ക്ക് ഇട്ട സമയത്ത് എൻ്റെ മുഖത്ത് ഇവിടെ ഒരു കറുത്ത പാടായിട്ട് മുഖം തുടച്ചപ്പോഴത്തേക്ക് അത് എടുത്തറിയായിരുന്നു. അന്നേരം ഞാൻ പറയുകയും ചെയ്തു മോക്കൊരു വന്നതിൻ്റെ പാടാണ് എന്ന് പറയുകയും ചെയ്തു. ആ പാടിപ്പോൾ ഒരു ശകലം പോലും ഇല്ല, മുഴുവനും പോയി ആ മുഖത്തുനിന്ന്. അപ്പം നമുക്ക് മുഖത്തെ കറുത്ത പാട് പോയിട്ട് ഏറ്റവും നല്ല ടിപ്സാണിത്. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് അലർജിയോ ഒക്കെ ഉള്ളവരാണെങ്കിൽ കയ്യിലോ എങ്ങാനും ഒന്ന് പുരട്ടി ഒന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ മുഖത്തിടുക കേട്ടോ. പിന്നെ ഇത് ഓയിലി ഒന്നും അല്ല, ഓയിലി സ്കിന്നൊന്നും ആകത്തില്ല. ഓയിലി സ്കിന്നുകാർക്കും ചെയ്യാം, നോർമൽ സ്കിന്നുകാർക്കും എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പായ്ക്ക് എന്ന് പറയുന്നത്. കാര്യം പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലാത്ത കൊണ്ട് നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിലരുടെ സ്കിന്നിന് പറ്റത്തില്ല ചില പായ്ക്കൊന്നും. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിലോ എങ്ങാനും ഒന്ന് പുരട്ടി, അല്ലെങ്കിൽ ചെവിയുടെ ഇവിടെ എങ്ങാനും ഒന്ന് പുരട്ടി ഒന്ന് നിങ്ങൾ നോക്കുക. നോക്കിയതിന് ശേഷം ഒരു 10-15 മിനിറ്റത്തേക്ക് നോക്കിയാൽ മതി. എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം അറിയാൻ പറ്റും.
ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഖത്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടിപ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസം ഇട്ട് റംബൂട്ടാൻ അച്ചാറൊക്കെ മൊത്തമൊക്കെ തീർന്നിട്ട് ഇവിടെ റംബൂട്ടാൻ അച്ചാർ ഇട്ടല്ലത് ചോറിന് സാധാരണ നമ്മൾ അച്ചാർ കൂട്ടുമെന്നല്ലേ പറഞ്ഞത്, ഇവിടെ അച്ചാറിന് ചോറ് കഴിക്കുന്ന പോലെയാണ് ഇവിടെ കഴിക്കുന്നത്, അതുപോലെ ഇഷ്ടമാണ്. അപ്പം അത് തീർന്നു. ഇപ്പോൾ കുറച്ചും കൂടെയൊക്കെ റംബൂട്ടാനൊക്കെ ഒന്ന് ഇച്ചിരി പറിക്കണം, അച്ചാറൊക്കെ നിന്നും. രാവിലെ തന്നെ മഴയും കാര്യങ്ങളും ഒക്കെയാണ്, കർക്കിടക മാസം തുടങ്ങി, അതിൻ്റേതായ തണുപ്പും മഴ. ഇപ്പോഴാണ് മഴ, ഞങ്ങൾക്കൊക്കെ ഇപ്പോഴാണ് കേട്ടോ മഴയൊന്ന് ശരിക്കും പെയ്തു തുടങ്ങിയത്. ചിലരൊക്കെ പറയാറുണ്ട് നേരത്തെ തൊട്ട് മഴ പെയ്തു, പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോഴാണ് ഈ കർക്കിടകം ഇന്നലെ തൊട്ടാണ്, ഇന്ന് കർക്കിടകം 1 ഇന്നലെ തൊട്ട് മഴ രാവിലെ തൊട്ടുണ്ട്, ഇന്നും ഇപ്പോൾ ഉണ്ട്. ഇടയ്ക്ക് തോരുന്നെന്ന് പറഞ്ഞാൽ ഒരു വെയിലൊന്നും ഇല്ലാത്തൊരു തോർച്ചയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങളുടെ മഴ തോർച്ച എന്ന് പറഞ്ഞാൽ നല്ല പൊരിയുന്ന വെയിലായിരുന്നു, നമുക്ക് തുണിയൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമായിരുന്നു. മഴയുണ്ട്, പക്ഷേ എന്നാലും ആ മഴ ഒന്ന് ചെറുതായിട്ട് ചാറി അങ്ങ് പോകും, പിന്നെ നല്ല വെയിലായിരുന്നു. അപ്പോൾ നമുക്ക് ചെറു റംബുട്ടാനൊക്കെ പ്രാവശ്യമൊക്കെ തെന്നി കിടക്കുവാണ്. എന്നാലും ഒരു ഇച്ചിരി റംബുട്ടാനൊക്കെ ഒന്ന് പറിച്ച് വെക്കുവാണെന്നുണ്ടെങ്കിൽ അച്ചാർ ഇവർക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് അത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. രാവിലെ തന്നെ കുറേ മഴയൊക്കെ ഒന്ന് കഴിഞ്ഞു കേട്ടോ, നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പതിയെ ഒന്ന് മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി റംബുട്ടാനൊക്കെ ഒന്ന് പറിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം അതിന് മുമ്പ് ഞാൻ തന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് റെഡി ആക്കിയതിന് ശേഷം അങ്ങ് പറിക്കാമെന്ന് വിചാരിച്ചു. മഴ തോർന്ന് നിൽക്കുമ്പോഴല്ലേ നമുക്കൊന്ന് പറിക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും രാവിലെ പിള്ളേർക്കൊക്കെ പോകണം. അപ്പോൾ അവരെല്ലാം ഒന്ന് വിട്ടതിന് ശേഷം പതിയെ വെള്ളോട്ടൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പൂരിയും കിഴങ്ങറിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പൂരിയും കിഴങ്ങറിയും എല്ലാം ഒന്ന് സെറ്റാക്കുവാണ്. ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് ദോശയുടെ മാവിരിപ്പുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിനകത്ത് ഓരോന്നിൻ്റെയൊക്കെ മാവ് കുറേശ്ശെ ഇരിപ്പുണ്ട്, അതെല്ലാം കൂടി എടുത്ത് ഇന്ന് എല്ലാം കൂടി ഒന്നിച്ചങ്ങ് തീർത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം. പാഷൻ ഫ്രൂട്ടൊക്കെ പഴുത്ത് താഴെ വീഴാൻ തുടങ്ങി. ഇതുകൊണ്ട് ഇവിടെയൊക്കെ തെന്നി പായൽ പിടിച്ചാണ് കിടക്കുന്നത്. പാഷൻ ഫ്രൂട്ടൊക്കെ താഴെ വീഴാൻ ഒത്തിരി പഴുത്ത് കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ കിടക്കുന്നു, ഇവിടെ കിടക്കുന്നു, ഒരുപാട് പഴുത്ത് കിടപ്പുണ്ട്. ഇതൊക്കെ പച്ച, ഇത് അവിടെയൊക്കെ ആയിട്ട് പഴുത്ത് കിടപ്പുണ്ട്, എല്ലാം ഒന്ന് പറിക്കണം. ഇപ്പം ഞാൻ ഇറങ്ങി എന്നതിനാന്ന് ചോദിച്ചാലുണ്ടല്ലോ, വേറെ ഒരു പച്ചയൊക്കെ അതുകൊണ്ട് പറഞ്ഞ് അവിടെ കിടക്കുന്നു, വേറെ ഒരു സംഭവത്തിനാണ്. ഇവിടെ പാഷൻ പൊട്ട് നോക്കുന്നത് റംബുട്ടാനായി കഴിഞ്ഞുണ്ടല്ലോ നിറച്ചും കാപ്പൊഴിഞ്ഞ് വീഴാൻ തുടങ്ങും. ഇതേണ്ടേ, ഇത് കണ്ടോ, ഇവിടെ മുഴുവനും കായാണ്. അപ്പം ഇത് പഴുത്ത് കിടക്കുന്നത് ഇനി പറിച്ചെടുക്കാം നമുക്ക്. നമ്മുടെ അല്ല കേട്ടോ, വേണ്ട ആ വീട്ടിലെ മോഷണമല്ല, അവർ കാണാതെ പറിക്കുന്നതേ ഉള്ളൂ, മോഷണമല്ല കേട്ടോ. ഇതുണ്ട് ഇവിടെ എല്ലാം വീണ്, ഇനി ഇവിടെ എല്ലാം തൈയാകും. ഇപ്രാവശ്യം ഒരുപാടുണ്ട് കേട്ടോ, ഭയങ്കര വിലയാന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ഉണ്ടായി കിടക്കുന്ന ആരും കിടക്കാരൊന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു, ഇഷ്ടം പോലെ ഉണ്ട്. ഇതുണ്ടോ, അതിലുമൊക്കെ പഴുത്ത് കിടപ്പുണ്ട്. അപ്പോൾ പഴുത്ത് കിടക്കുന്ന ചെറുണ്ട് ആ ചുമപ്പ് കളറാകും. കപ്ലങ്ങ പഴുത്ത് കിടക്കുന്നുണ്ടോ, കപ്ലങ്ങ എല്ലാം പഴുത്ത് കിടക്കുക കണ്ടോ, അത് പഴുത്ത് കിടക്കും. അതേണ്ട ഇതിലും ഒക്കെ പഴുത്ത് കിടക്കുന്നു. കുറേ പൊഴിഞ്ഞു പോയി കേട്ടോ പഴുത്ത്. മഴയൊക്കെ കഴിഞ്ഞ് വലിയ മധുരമില്ല നീന്. അപ്പം പാഷൻ ഫ്രൂട്ടിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് എന്നെ വിളിച്ചപ്പോഴത്തേക്കാണ് പെരപ്പുറത്ത് കയറിയുന്ന ഇഷ്ടം പോലെ പറിക്കാം കേട്ടോ. ഇതുണ്ടോ, കണ്ടോ, അവിടെ ഒരുപാട് പഴുത്ത് കിടപ്പുണ്ട്, നിറച്ചുമുണ്ട്. ഇപ്പം നമുക്ക് പറിക്കാൻ പറ്റുന്നിടത്തു നിന്നൊക്കെ ഇച്ചിരി പറിച്ച് അച്ചാറിടാം. ഇത് പച്ചയ്ക്ക് തിന്നുന്നതിനേക്കാൾ നല്ലതുണ്ടല്ലോ അച്ചാറിടാൻ. ഇത് നാടനാണ്, അപ്പം അച്ചാറിടാനാണ് നല്ലത്. പച്ചയ്ക്ക് തിന്നാനായിട്ട് പുളിയ. ഇങ്ങനെ പറിക്കാനായിട്ടാണേ. ഇതിലൊരു അരിവാളൊക്കെ ഉണ്ട്. ബക്കറ്റ് കെട്ടിയാകുമ്പോഴത്തേക്ക് താഴെ വീഴാതെ നമുക്കിങ്ങനെ എടുക്കാം. നോക്കട്ടെ പറിക്കാൻ പറ്റുമോയെന്ന്. ഇങ്ങനെ ബക്കറ്റിൽ പറിച്ച് കുറേശ്ശെ എടുക്കുക. ഇതൊക്കെ താഴെ നിൽക്കുന്നതാണേ. നല്ലപോലെ പഴുത്തോ നോക്കി പറിച്ചെടുക്കുക. അപ്പോൾ പിന്നെ ബാക്കി പഴുക്കുമ്പോഴത്തേക്ക്
അപ്പം ഞാൻ ഈ റെമ്പുട്ടാനൊക്കെ പറിച്ചുള്ള സമയത്ത് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ, ആ ബക്കറ്റ് കെട്ടിയൊക്കെ പറിക്കുന്നത്. പക്ഷെ ആരും ഇല്ലായിരുന്നു വീഡിയോ എടുത്ത് തരാനായിട്ട്. എല്ലാവരും രാവിലെ പോകുന്നതിൻ്റെ തിരക്കും ബഹളമൊക്കെ ആയതുകൊണ്ട് ആരും പിന്നെ വിളിച്ചു തന്നെ, പക്ഷെ ആരും കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ സ്വന്തമായിട്ടൊക്കെ തന്നെ എടുത്തുകൊണ്ടാണ് പറിക്കുന്നതിലേക്ക് എടുക്കാതിരുന്നത്. അപ്പോൾ അതെല്ലാം പറിച്ചിന് വെച്ചിട്ടുണ്ട്. അതിന് ഇനിയും കുറച്ചും കൂടെ ഒക്കെ ഒന്ന് പറിക്കണം. ഇനിയിപ്പോൾ ശനിയാഴ്ച ആയിട്ടെന്ന് പറഞ്ഞത്, ശനിയാഴ്ച ആകുമ്പോഴത്തേക്ക് അവധിയാണല്ലോ. അപ്പോൾ അവർ പരപ്പുറത്ത് കയറി കുറേ കൂടെ പറിച്ചു തരും. പിന്നെ ഞാൻ അവരറിയാതെ പറിക്കുന്നതെന്ന് പറഞ്ഞ് ചുമ്മാ അറിഞ്ഞാൽ കേട്ടോ, അവരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ. ഞാൻ ചേച്ചി എപ്പോഴും പറയും, അങ്ങോട്ട് കിടക്കുന്ന മുഴുവൻ പറിച്ചെടുക്കുക, അവിടെ മുഴുവൻ വൃത്തിയേടാകുമല്ലേ എന്ന് പറയും. കാര്യം വാവൽ വന്ന് മൊത്തം കുരും തോടും എല്ലാം നമ്മുടെ ഇങ്ങോട്ടാണ് ഇടുന്നത്. അപ്പോൾ ചേച്ചി എപ്പോഴും പറയും, മഴയും കൂടെ ആകുമ്പോഴത്തേക്ക് അളിഞ്ഞ് പുളിഞ്ഞ് കിടക്കും, നമുക്ക് അങ്ങ് അറപ്പാകും ഇറങ്ങാട്ട്, അതുപോലെ അങ്ങ് വൃത്തിയായിട്ട് കിടക്കും. അതിന് ചേച്ചി പറയും, പഴുക്കുന്ന അങ്ങ് പറിച്ചെടുക്കുക, അപ്പോൾ അങ്ങോട്ടുള്ള ശല്യം കുറഞ്ഞിരിക്കുമല്ലോ എന്ന് പറയും. അത് വിറ്റതാണ്, പക്ഷേ അവർ വെട്ടാനായിട്ട് വന്നേച്ച് പിന്നെ അവർ പിന്നെ വെട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞ് പോയി. ഇനി എപ്പോഴാണ് വരുന്നതെന്നൊന്നും അറിയത്തില്ല. എന്നാലും കുറച്ച് പറിച്ച് ഇനിയിപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് നമ്മുടെ ഈ ഒരു റംബുട്ടാൻ്റെ അച്ചാറിൽ നിൽക്കുമെന്ന് അറിയത്തില്ല. പിന്നെ നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടണം. ഇപ്പം മിക്കവരും വെട്ടിക്കളയുവാണ് റംബുട്ടാൻ്റെ മരംകാർ. മിക്കവരും എന്നാന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു. ഞങ്ങളുടെ പഴയ വീടിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ടായിരുന്നു. വെട്ടിക്കളഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റംബുട്ടാൻ്റെ വേര് ഭയങ്കരമാണ്. നമ്മൾ നട്ടു വെച്ചാൽ എല്ലാവരും ഇത് ഇച്ചിരി മരമാകുന്നതാണല്ലോ. അപ്പോൾ ഇത് പറിക്കാനുള്ള സൗകര്യത്തിന് പെരയോട് ചേർത്താണ് മിക്കവരും നട്ടു വെച്ച. കാര്യം പെരപ്പുറത്ത് നിന്ന് പറിക്കും. ഞാനും അങ്ങനെ തന്നെയാട്ടോ നട്ടു വെച്ചത്, പെരപ്പുറത്ത് നിന്ന് പറിക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതിൻ്റെ വേര് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കയറും, നമ്മുടെ പെരയുടെ അടിത്തറ ഇളക്കും എന്നാണ് പറയുന്നത്. അതുപോലെ അടിയിലോട്ട് അങ്ങ് കയറി പുറത്തോട്ട് അടിത്തറ തള്ളും. ആരെങ്കിലുമൊക്കെ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കുക. ഭയങ്കര കട്ടിയാണ് ഇതിൻ്റെ വേരിന്. ഇതിൻ്റെ വേര് തന്നെയല്ല, ഇതിൻ്റെ കമ്പനിയൊക്കെ ഭയങ്കര കട്ടിയാണ്. നമ്മളൊന്ന് ഒരുവിധം ഇങ്ങനെ നമ്മുടെ ഈ രണ്ട് കൈ കൊണ്ട് നമുക്കിങ്ങനെ കൂട്ടിപ്പിടിക്കാവുന്ന ഒരു അവസ്ഥയിൽ ഈ റംബുട്ടാൻ്റെ അത്രയും പോലും വരണ്ട ഒരു തടി വന്നു കഴിഞ്ഞാൽ നമ്മൾ വെട്ടാൻ നോക്കിക്കുക. ഭയങ്കര പാടാണ് വെട്ടാണ്ട്, ഭയങ്കര കട്ടിയാണ് ഇതിൻ്റെ കമ്പിന്. അപ്പോൾ അതുപോലെ തന്നെയാണ് അതിൻ്റെ വേരും പോകുന്നത്, ഭയങ്കര കട്ടിയിലാണ്. അപ്പം ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്തൊരു വീട്ടിലുണ്ടായിരുന്നു കേട്ടോ, നിറച്ച് റംബുട്ടാൻ. അത് ഇച്ചിരി വലിയ പടർന്ന ഒരു മരമായിരുന്നു, നല്ല ടേസ്റ്റ് വരുന്നു കേട്ടോ, ഭയങ്കര മധുരമായിരുന്നു. അത് അവിടെ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തരികയും ചെയ്തു. ചേച്ചി കൈരാശം അത് വെട്ടിക്കളഞ്ഞു. ഞാൻ ചേച്ചി ഇതിനെ വെട്ടിക്കളഞ്ഞെന്ന് വെച്ചപ്പോൾ അവർക്ക് പുറത്തൊരു ബാത്റൂമുണ്ട്. അത് പക്ഷേ പെരയുടെ ഒത്തിരി ചേർന്നല്ലായിരുന്നു, പുറത്തൊരു ബാത്റൂമുണ്ട്. ചേച്ചി പറയുക, ബാത്റൂമിൻ്റെ തറയെല്ലാം പൊങ്ങി, അതിനകത്തൂടെ എല്ലാം വേര് കയറി വരുവാന്ന് ഇതിൻ്റെ. അത് കണ്ടപ്പോഴത്തേക്കാണ് അവരത് വെട്ടിക്കളഞ്ഞത്. പിന്നെ ഞങ്ങളുടെ പഴയ വീടിൻ്റെ അവിടെ നിന്നത് പെരയോട് ചേർന്ന് തന്നെയായിരുന്നു, അത് വെട്ടിക്കളഞ്ഞു. പിന്നെ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രയോജനപ്പെടും. അല്ലെങ്കിൽ ഇനി ബഡിൻ്റെ ഒക്കെ ഒന്ന് മേടിച്ച് പറമ്പിലൊക്കെ വെച്ചാൽ പെട്ടെന്ന് കായൊക്കെ ഉണ്ടാവില്ല. അങ്ങനെയെങ്കിലും നോക്കണം. റംബുട്ടാനെല്ലാം നമ്മൾ ഒരു നാടൻ തൈ നട്ടു വന്നാൽ കുറച്ച് സമയം എടുക്കും അതേ കാ പിടിക്കാനായിട്ട്, കുറച്ച് നാളെടുക്കും. എനിക്ക് തോന്നുന്നു അച്ഛനെയും കണ്ണിൻ്റെയൊക്കെ കുഞ്ഞിൽ നട്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാണ് അത് കായത് ഉണ്ടാകാൻ തുടങ്ങിയത്. അത് പക്ഷെ നല്ല സൈസായിരുന്നു, ഇങ്ങനെ മധുരമുണ്ട്, അടർത്തി എടുത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഓരോ സൈസും ഉണ്ട് ഇത് കേട്ടോ. ഇപ്പം നമ്മുടെ ഇവിടെ നിൽക്കുന്നത് പറഞ്ഞാൽ ഭയങ്കര പുളിയാണ്, അതില്ല, അത് കുരുവാണ് ഇതായിട്ട് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് അച്ചാറിട്ടാൽ നല്ല അടിപൊളിയാണ്. അത് എടുക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ അച്ചാർ കൈറാശ്യം തൊട്ടാണ് ഇട്ട് തുടങ്ങിയത്. പക്ഷേ ഇവിടെ എല്ലാവർക്കും അച്ചാർ ചുമ്മാ കോരി തിന്നുകൊണ്ടെടുക്കും. റംബുട്ടാൻ അച്ചാർ ചോറിൻ്റെ കൂടെ തിന്നാനും ഒക്കെ നല്ലതാണ്. ഇപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.